ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഫേസ് യോഗ. എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഫേസ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൗരാണികമായിട്ടുള്ള ഭാരതത്തിൻ്റെ ഏതോ പരമ്പരാഗത രീതിയിലുള്ള യോഗയുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു സാധനമാണെന്നാണ് പലരും മാർക്കറ്റ് ചെയ്യുന്നതും. അതുപോലെയുള്ള ഹോളിസ്റ്റിക് ടേമുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ധാരാളം വീഡിയോ ഇടുന്നുണ്ട് ഫേഷ്യൽ യോഗയെ പറ്റിയിട്ട്. അതായത് പുതിയതായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. ബാക്കിയുള്ള ഫേസ് യോഗ പോലെയല്ല, ഇത് പ്രത്യേകതരം ഫേസ് യോഗയാണ്. കൂടുതലും ലിംഫാറ്റിക് ഡ്രെയിനേജ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ശ്രദ്ധ കൊടുക്കുന്നതെന്നുള്ളത്. എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം. എൻ്റെ ഫേസ് യോഗ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് മസിൽ ആക്ടിവേഷൻ ആണ്. പല ഫേസ് യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് ആൻഡ് മസിൽ ആക്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ആണ് എന്ന് നമുക്ക് തോന്നും. ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, അതുപോലെ മസിൽസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഉണ്ട്, ലിംഫ് ഡ്രെയിൻ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഇത് ഭയങ്കര സംഭവമാണ് എന്ന് നമുക്ക് തോന്നും. ക്ലയൻസ് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ്സ് മൈ ഐഡന്റിറ്റി എന്ന്. ഫേസ് യോഗ എന്നത് റാൻഡം ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കുറച്ച് മസാജും മാത്രമല്ല, ഓരോ മസിൽസും എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര പ്രഷർ നിങ്ങളുടെ ടിഷ്യൂസിന് കൊടുക്കണം, എന്ത് വന്നാൽ നിങ്ങൾക്ക് സാഗിങ് വരും എന്നുള്ള ഈ ഓരോ മസിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫേസ് യോഗ പറയുന്നവരാരും ഈ മസിലിൻ്റെ അനാറ്റമിയോ അതിൻ്റെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നോ ഒന്നും പഠിച്ചിട്ടല്ല ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫേസ് യോഗ പഴയ യോഗയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഫേസ് യോഗ വർക്ക് ചെയ്യോ, ഈ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫേസ് യോഗ പൗരാണികമായിട്ടുള്ള ഒരു പുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പൗരാണികമായിട്ടുള്ളത് എന്നല്ല, ഒരു 90കളിലെയൊക്കെ പുസ്തകങ്ങളിൽ പോലും നിങ്ങൾക്ക് ആക്ച്വലി കാണാൻ യാതൊരു സാധ്യതയില്ല. പൗരാണികമായിട്ടുള്ള യോഗയുടെ പുസ്തകങ്ങളൊക്കെ ഏതാണ് എല്ലാവരും ഫോളോ ചെയ്യുന്ന പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പതഞ്ജലിയുടെ യോഗസൂത്ര ആയിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഹഠയോഗ പ്രദീപിക, ഇല്ലെങ്കിൽ ഖേരണ്ട സംഹിത, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ്, പഴയ പുസ്തകങ്ങളാണ് സാധാരണ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത്, പൗരാണിക ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് പോലും വായിക്കാൻ കിട്ടും. ഇതിനകത്ത് എവിടെയും ഫേസ് യോഗ അല്ലെങ്കിൽ മുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗയുടെ കാര്യമൊന്നും അതിനകത്ത് യാതൊന്നും പറയുന്നില്ല. ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് യോഗ എന്നുള്ളതാണ്. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നാണ് അർത്ഥം. രണ്ട് ശരീരത്തിനെയും ആത്മാവിനെയും ഒന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ പരമാത്മാവിനെയും ഭൗതികമായിട്ടുള്ള ഒരാളുടെ ആത്മാവിനെയും ഒന്നിക്കുക എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളാണ് കൂടുതലും ഒരു ഇസോറ്ററിക് ആയിട്ടുള്ള മിസ്റ്റിസിസമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ശരിക്കും ഈ യോഗയ്ക്കകത്തുള്ളത്. അപ്പോൾ പിന്നെ ഫേസ് യോഗ എന്നുള്ള സംഗതി ഈ പഴയ സാധനങ്ങൾക്കകത്തൊന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. മാത്രമല്ല യോഗ പറയുന്ന കാര്യം എന്താ, ഇതുപോലെ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ രോഗം മാറ്റുന്നതിൻ്റെ കാര്യത്തിനായിട്ടോ ഒന്നും അല്ല യോഗ പറയുന്നത്. യോഗ പറയുന്നത് അതിനകത്ത് നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ സംസാരിക്കുന്ന കാര്യം മോക്ഷത്തെക്കുറിച്ചിട്ടാണ്. എങ്ങനെ മോക്ഷം അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ രീതിയിലിരുന്ന് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഴയ ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത്. അത് ഈ പറയുന്ന ഫേസ് യോഗയായിട്ട് ബന്ധമില്ല. പിന്നെ ഈ ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് വന്നു? ഈ കാണിച്ചിരിക്കുന്ന ലേഡിയുടെ കാര്യം നമുക്കെടുക്കാം. ഫുമിക്കോ ടാക്കാറ്റ്സു എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കാർ ആക്സിഡൻ്റൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും മുഖത്ത് ചെറിയ അസിമെട്രി പോലെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. അതായത് കോണിപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ശരീരത്തിന് നമുക്കറിയാമല്ലോ, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ സാധാരണ റീഹാബിലിറ്റേഷനൊക്കെ ചെയ്ത് റീഹാബിലൊക്കെ പോയിട്ട് ആ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് ശരിക്കും നന്നായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ. നമുക്ക് പറ്റിപ്പോയ അബദ്ധം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ ഇനിയിപ്പം നമ്മുടെ ശരീരത്തിനെ നന്നാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ പലപ്പോഴും ഫിസിയോതെറാപ്പിയും റീഹാബിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ആക്സിഡൻറ്റിനൊക്കെ ശേഷം തിരിച്ചത്. അപ്പോൾ അവർക്ക് തോന്നി എന്നാൽ ഫേസിനും കൂടെ ഒരു എക്സസൈസ് ചെയ്താൽ, ഒരു ഫേസ് മസിൽസിന് ഒരു എക്സസൈസ് ചെയ്താൽ നല്ലതല്ലേ. അങ്ങനെ അവർ വിഭാവനം ചെയ്ത ഒരു സാധനമാണ് ശരിക്കും ഈ ഫേസ് യോഗ. 2000-ന് ശേഷം ഈ പറയുന്ന ഫുമിക്കോ ടാക്കാറ്റ്സു എന്ന് പറയുന്ന ആൾ വിഭാവനം ചെയ്ത് അവർ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ മുഖത്ത് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ്, ചുളുക്കുകളും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും, റിങ്കിൾസ് എല്ലാം മാറിക്കിട്ടും. അതുപോലെ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് എന്നുള്ളത് കൊണ്ടുവന്നത് തന്നെ ശരിക്കും ഇവരാണ്. അതിനുശേഷം യോഗ എന്നുള്ളൊരു വാക്ക് സെല്ല് ചെയ്യും എന്നറിയാവുന്നത് കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഈ യോഗയുടെ ഈ സാധനം എടുത്തുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടല്ല എന്നുള്ളതാണ്. ഇനി ഈ പാർവതി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഇൻഫ്ലുവൻസർ എൻ്റെ അടുത്ത് വന്ന് യോഗ പഠിക്കൂ, ബാക്കിയുള്ള ട്രെയിനേഴ്സിനേക്കാൾ വ്യത്യാസമാണ്, ഞാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ വളരെ യങ്ങായിട്ടും കരിഷ്മാറ്റിക് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇതിന്
ഈ ഫേസ് യോഗ വിൽക്കുന്നെങ്കിലും അവർ ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനോ കോസ്മെറ്റോളജിസ്റ്റിനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടായിരിക്കും ഇതൊന്നും. അല്ലെങ്കിൽ ഇന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയാണ്. മൊബൈൽ നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡേറ്റ അല്ല തരുന്നത്, അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഏറ്റവും വൃത്തിയായി കാണിക്കത്തക്ക രീതിയിലാണ് തരുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് ഇതുപോലെ അവരുടെ സ്കിന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് പലതും ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് സത്യം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്തെങ്കിലും സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ. സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റഡീസിൻ്റെ കാര്യം ഞാൻ പറയാം. ഒന്നാമത്തത് 2018 ജാമയിൽ വന്ന ഒരു സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ കൊള്ളാവുന്ന ഒരു സ്റ്റഡി എന്ന് പറയാനുള്ളത് ശരിക്കും ഈ ജാമയിൽ വന്ന സ്റ്റഡിയാണ് 2018. അത് ഫേസ് യോഗ എന്ന് പറഞ്ഞല്ല, പ്രധാനമായിട്ടും ഫേഷ്യൽ മസിൽസിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണമുണ്ടോ അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് എഫക്റ്റ് കിട്ടുമോ എന്ന് നോക്കാനായിട്ട് 10-28 പേരെ ഒരു 40-നും 60-നും വയസ്സിനിടയിലുള്ള കുറച്ച് പേരിൽ നടത്തിയ ഒരു പൈലറ്റ് സ്റ്റഡിയാണ് ജാമയിലുള്ളത്. 2018 ഇത് നടത്തുന്നത്. പക്ഷേ ആ സ്റ്റഡിയിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ട് പറയണം, നിങ്ങൾക്ക് ഒരു 2.5 വയസ്സിൻ്റെ ഒരു പ്രായം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ തോന്നൽ പറയുന്നതിൽ നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ സ്റ്റഡിയിൽ വന്ന പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മുഴുവനായിട്ട് ആ സ്റ്റഡി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ടും ഒരു 20 ആഴ്ചയൊക്കെ നടത്തിയ ഒരു പഠനമായതുകൊണ്ടും ഇതത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പൈലറ്റ് സ്റ്റഡി പോരാ. ഇനി ഫേഷ്യൽ മസിൽസിന് വേറെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ച് വേറൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അതിനകത്തും കണ്ട റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ടുകളല്ല. കാര്യം അവിടെ നമ്മളെപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റാൻഡമൈസേഷൻ, ഡബിൾ ബ്ലൈൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും തെളിവുകളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ പിരമിഡിൽ ഏറ്റവും മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വരുന്നതാണ് സിസ്റ്റമാറ്റിക് റിവ്യൂസ്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിവ്യൂസ് നോക്കിയാലോ, സിസ്റ്റമാറ്റിക് റിവ്യൂസ് ഉള്ള പഠനങ്ങളുടെയൊക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? സിസ്റ്റമാറ്റിക് റിവ്യൂസിൽ കാണുന്നത് ദർ ഇസ് നോട്ട് ഇനഫ് എവിഡൻസ് ടു സേ ദാറ്റ് ദർ ഇസ് എനി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് എന്നാണ്. നിങ്ങളുടെ റിങ്കിൾസ് കുറയുന്നോ ആൻറ്റി ഏജിങ് പോകാനോ ഒക്കെ ഇതൊരു ഗുണകരമായിട്ട് ഒരു സ്റ്റഡിയിലും കാണുന്നില്ല. പിന്നെ എന്താണ് ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഖത്തിങ്ങനെയൊക്കെ ഇട്ടാക്കുന്നത് വഴി അതവർക്ക് ഒരു കലാപരിപാടി എന്നുള്ള രീതിയിൽ ചുമ്മാ ഇരുന്ന് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസർ തന്നെ പലവണ പറയുന്നുണ്ട്, എൻ്റെ കീഴിൽ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അതിന് തെളിവുള്ള ഒരു കാര്യമാവണമെന്നില്ല. ഈ 3 ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഫേസ് യോഗയ്ക്ക് ഒരു തെളിവാവുന്നില്ല. ഇറ്റ് സിംപ്ലി മീൻസ് നിങ്ങളുടെ അടുത്ത് 3 ഡോക്ടർമാർ വന്ന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രൊമോഷനായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫേസ് യോഗ എന്ന് പറയുന്ന ഈ 2000-ന് ശേഷം ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഓതൻറ്റിക്കായിട്ട് പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇപ്പോൾ ഈ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് തന്നെ ഫേസ് എക്സസൈസിലാണ്, അല്ലാതെ ഫേസ് യോഗയിലല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ഇവർ പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശാസ്ത്രീയമായ ടെർമിനോളജികളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഏത് തരം ടെർമിനോളജികൾ? ഈ ലിംഫാറ്റിക് ഡ്രെയിനേജും അല്ലെങ്കിൽ ഫേഷ്യൽ ടോണിങ് എന്നോ ഈ ഇവിടെ നിന്നൊക്കെ ഞെക്കിയിട്ട് ഈ ലിംഫിനോട്ടൊക്കെ പോകുന്ന ഇതുണ്ടല്ലോ, താൽക്കാലികമായിട്ടുള്ള ഒരു പഫിനെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാമെന്നല്ലാതെ അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണെന്നുള്ളതിന് ഒരിടത്തും തെളിവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ പറഞ്ഞതുകൊണ്ട് ഫേസ് യോഗയ്ക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടാവില്ല. അതൊരു കപടമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ദർ ഇസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ഫോർ ഫേസ് യോഗ.